പതിവ് തെറ്റിക്കാതെ ഓണക്കാല പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച ഒരു കർഷകൻ. അയ്യപ്പൻകോവിൽ മേരുകുളം ഉപ്പൂട്ടിൽ റോയിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിലും പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധേയനാകുന്നത്. കഴിഞ്ഞ 20 വർഷമായി തുടർച്ചയായി ഓണക്കാലത്ത് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന കർഷകനാണ് റോയ്. കാലാവസ്ഥ ഏതുമാവട്ടെ, ഓണക്കാലമായാൽ ഉപ്പൂട്ടിൽ റോയിയുടെ പച്ചക്കറി വിപണി കീഴടക്കും. പയറ്, ബീൻസ്, വഴുതന, വെണ്ട, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി ഏത്തക്കുല വരെ റോയിയുടെ ഉടമസ്ഥതയിലാണ് ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലെങ്കിലും വിവിധ ഇടങ്ങളിലായി 4 ഏക്കറോളം ഭൂമി പാട്ടത്തിനടുത്താണ് വിവിധ ഇന കൃഷികൾ നടത്തുന്നത്. ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം കാരണം ഓണക്കാല കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറിയിട്ടും റോയ് മുടക്കം കൂടാതെ കൃഷി ഇറക്കുകയും പച്ചക്കറി വിപണിയിൽ എത്തിക്കുകയും ചെയ്തു. ഓണക്കാലത്ത് വിപണി കീഴടക്കാൻ പോകുന്ന ഏത്തക്കുലകൾ റോയിയുടെ പുരയിടത്തിൽ വിളവാകാറായി. ബീൻസ് വിപണികളിൽ എത്തിക്കഴിഞ്ഞു. വിവിധ ഇനം ബീൻസാണ് വിളഞ്ഞ് അങ്ങനെ നിൽക്കുന്നത്. കൃഷി 1 കിലോ ബീൻസിന് 60 രൂപ ലഭിക്കുന്നതിനാൽ കൃഷി ഇക്കൊല്ലം ലാഭകരമാണ്. വള്ളിപ്പയറും കൂടാതെ വെണ്ടയ്ക്ക, കോവയ്ക്ക, വഴുതന, ചീര തുടങ്ങിയവയും യഥേഷ്ടം റോയിയുടെ പുരയിടത്തിൽ ഓണം ലക്ഷ്യമിട്ട് വിളയുകയാണ്. തുടർച്ചയായിട്ട് പയർ കൃഷി ചെയ്യുന്നതാണ്. ബീൻസ്, പയറും വള്ളിപ്പയർ. ബീൻസ് രണ്ടു മൂന്ന് കൂട്ടം സൈസുണ്ട്. പിന്നെ വള്ളിപ്പയർ ഓണത്തിലേക്ക് വേണ്ടിയിട്ട് ഓണ വിപണിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പയറായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ബീൻസ് ഇപ്പം 2 പ്രാവശ്യത്തെ എടുക്കായി. ഇനിയിപ്പം തുടർച്ചയായിട്ട് 30 കിലോ പയറോളും കിട്ടും. എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ച് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വിള. ഇപ്പം ഒരു എണ്ണച്ചാലും കുഴപ്പം, നല്ല വിലയുണ്ട്. ഇപ്പം നമുക്ക് 60 രൂപ വെച്ച് കിട്ടും. അവരെന്നെ അവരൊക്കെ വിൽക്കുന്ന നടത്തില്ല. കഴിഞ്ഞ ആഴ്ച 120 രൂപ വരെ ഉണ്ടായിരുന്നൊക്കെയാണ് കച്ചവടക്കാർ പറഞ്ഞത്. ഈ ആഴ്ച ഇച്ചിരി കുറഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് 60 രൂപ വെച്ച് എനിക്ക് തന്നേക്കുന്നത്. നാടൻ പയറല്ല, നമ്മൾ നല്ല ജൈവമായ രീതിയിലുള്ള വലിയ കീടനാശിനികളൊന്നും അടിക്കുന്നതൊന്നുമല്ല. ഇതിൻ്റെ ഇടയ്ക്കും മുയൽ ശല്യമുണ്ട്. മുയലും കുറേ എല്ലാം വെട്ടിക്കളയുന്നുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കിഴയാടും മുയലെല്ലാം പയറിൻ്റെ മണ്ട കടിച്ച് പറിച്ചെല്ലാം കളയാം. അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നതാണ് നല്ലത്. റോയിയുടെ ലാഭമില്ലാത്ത അധ്വാനം മികച്ച വിളവും ലഭിക്കുന്നു. തീർത്തും ജൈവ രീതിയിലാണ് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. 4 ഏക്കർ സ്ഥലത്തും വിവിധങ്ങളായ പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ധാന്യവിളകളെക്കാൾ ലാഭം തരുന്നത് പച്ചക്കറികളാണ്. വിഷരഹിത പച്ചക്കറി നൽകാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യവുമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അയ്യപ്പൻകോവിൽ വിപണികളിൽ റോയിയുടെ പച്ചക്കറിയും തമിഴ്നാട് പച്ചക്കറിയോടൊപ്പം മത്സരത്തിന് 2 തവണ മികച്ച കർഷകനായും റോയ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. റോയിയുടെ കഠിനാധ്വാനം എന്നും സമൂഹത്തിന് മാതൃകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.